ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. ഇന്ന് തിരുപ്പെരുന്നാളാണ് ഞങ്ങളുടെ പള്ളിയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ക്രിസ്ത്യാനികൾ ഇന്നെല്ലാം പള്ളിയിൽ പോകും തിരുപ്പെരുന്നാളുമായിട്ട്. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ കറിയാണ്. ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്നലെ സൺഡേ വച്ച ചിക്കൻ കറിയാണ്. പിന്നെ അപ്പം. ഇന്നലെ വെച്ച ചിക്കൻ കറി ഇന്ന് ചൂടായി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. പിന്നെ എന്താ അതിനുശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അടുത്ത് കഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ സിൻ്റെ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂൾ വന്നിട്ട് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ ആക്നി മാർക്സ്, അതൊക്കെ ഒന്ന് സെറ്റാക്കി ഫേസ് ഒന്ന് ഗ്ലോ ആക്കി തരുന്ന ഒരു ഇതാണ് കേട്ടോ. ഇത് ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് ഒരു കൺസൾട്ടേഷൻ വഴി എനിക്ക് കിട്ടിയത്. നമ്മളൊരിക്കലും ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ അതോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂൾ കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ഇത് ഓവർ ഡോസ് എടുക്കാനും പാടില്ല. എനിക്ക് 13 ഡേയ്സാണ് തന്നത്. അത്യാവശ്യം നല്ല ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. പിന്നെ ഒരു മെഡിസിൻ്റെ ഒരു ഇത് കാരണമാണ് ആ ഒരു ഇത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കുടിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ എന്താ അതിനുശേഷം അടുപ്പിൽ ചോറൊക്കെ അമ്മ ഇട്ടിരുന്നു. അതൊക്കെ എന്താ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പിന്നെ അതിനുശേഷം പോയിട്ട് നേരെ ബീട്രൂട്ട് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് തോരനാണ് ബീട്രൂട്ട് തോരൻ. അങ്ങനെ ബീട്രൂട്ട് തോരനൊക്കെ നല്ലപോലെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ തോരനൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. എന്തെന്നറിയില്ല, പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീട്രൂട്ട് തോരൻ. പിന്നെ അമ്മ ഓൾറെഡി മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ മീനൊക്കെ മീൻകറിയുടെ സെറ്റപ്പൊക്കെ ആക്കി. പിന്നെ കിച്ചൺ ഫുൾ മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ എന്താ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി. ഇതൊക്കെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ എനിവേ ബൈ.